ഹലോ ഹായ് നമസ്കാരം. ഞാൻ പ്രസീദ് മധുസൂദനൻ. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുന്നു. എൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനും ഒക്കെ. സത്യത്തിൽ ഈ ഒരു ഇടവേള ഞാൻ മനഃപൂർവ്വം എടുത്തതല്ല. കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് ചെറിയ സിനിമകൾ, നല്ല സിനിമകൾ, ഒന്ന് രണ്ട് കുഞ്ഞു വേഷങ്ങൾ ചെയ്തു. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ആളെ പറ്റി സംസാരിക്കാനാണ്. ആ ആളെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവും. സെറിബ്രൽ പൾസി എന്ന അപൂർവ രോഗം, അതായത് ലക്ഷത്തിൽ ഒരാൾക്കൊക്കെ മാത്രം വരുന്ന ഒരു ശാരീരികവും മാനസികവുമായിട്ടുള്ളൊരു വെല്ലുവിളികൾ നിറഞ്ഞ ഒരു അവസ്ഥയാണത്. അത് കഠിനമായിട്ടുള്ള ഒരു രോഗമാണ്. ആ ഒരു രോഗം ബാധിച്ച ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ പേര് രാകേഷ് കൃഷ്ണൻ എന്നാണ്. പന്തളം സ്വദേശിയാണ്. ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് ആളിനെ മനസ്സിലായി കാണും. അദ്ദേഹം ഇപ്പം സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം ഒരു സിനിമ സംവിധാനം ചെയ്ത് തിയേറ്ററിൽ എത്തിച്ചു. കളം അറ്റ് 24 എന്നാണ് ചിത്രത്തിന്റെ പേര്. അതായത് ഞാൻ സിനിമാ മേഖലയിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം, ഒരു സിനിമ സംവിധാനം ചെയ്ത് അത് തിയേറ്ററിൽ എത്തിക്കുക എന്നുള്ളത് അത് ഒരു വെല്ലുവിളികളൊന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ സാധാരണക്കാരനായ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പോലും അത് സത്യം പറഞ്ഞാൽ ഇമ്പോസിബിൾ എന്ന് തന്നെ പറയാം. ഒരുപാട് പേര് ശ്രമിച്ച് പരാജയപ്പെട്ടു. ചില സിനിമകൾ എനിക്കിപ്പോഴും അറിയാം, കോടികൾ മുടക്കി നിർമ്മിച്ച സിനിമകൾ പെട്ടിയിലിരിക്കുന്നു, റിലീസ് ചെയ്യാൻ പറ്റാതെ. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ സിനിമാ മേഖലയിൽ. അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഇത്രമാത്രം ശാരീരിക വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ആ സിനിമ സംവിധാനം ചെയ്യുക മാത്രമല്ല, തിയേറ്ററിലും എത്തിച്ചു. വളരെ കുറച്ച് തിയേറ്ററെ കിട്ടിയിട്ടുള്ളൂ, ഗവൺമെന്റ് തിയേറ്ററുകളും പിന്നെ അങ്ങനത്തെ കുറച്ച് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത കുറച്ച് തിയേറ്ററുകളെ കിട്ടിയിട്ടുള്ളൂ. എന്നിരുന്നാലും ആ ഒരു തിയേറ്ററിൽ എത്തിച്ച ആ ഒരു ചങ്കൂറ്റം, അദ്ദേഹത്തിന്റെ ആ ഒരു എഫേർട്ട്, അതിന് ഹാറ്റ്സ് ഓഫ്. അതൊരിക്കലും നമുക്ക് കണ്ടിൽ നടിക്കാനാകില്ല. അതുകൊണ്ട് തന്നെ 2 ദിവസം മുന്നേ ഞാൻ ഇവിടെ പന്തളം ത്രിലോക് സിനിമാസിലെ ഉള്ളായിരുന്നു ആ ഒരു സിനിമ. അപ്പം പെരുമഴയത്തായിരുന്നു ഞാൻ പോയി കണ്ടത്. എന്തൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും ആ സിനിമ തിയേറ്ററിൽ പോയി തന്നെ കണ്ട് അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുക്കണം. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു, കണ്ട് ഒന്ന് കെട്ടിപ്പിടിക്കുകയും അതിന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ഒക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ കാണാൻ പറ്റിയില്ല. എന്തായാലും ബാക്കി എല്ലാ പ്രശ്നങ്ങളെയൊക്കെ മാറ്റി വെച്ച് ഞാൻ പോയി സിനിമ കാണുകയും അത് എൻ്റെ പിന്തുണ അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു. വളരെ സന്തോഷം, വളരെ വളരെ സന്തോഷം. ഞാനും സിനിമാ മേഖലയിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് പ്രത്യേകിച്ച്. അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ ചെറുപ്പക്കാരെ സപ്പോർട്ട് ചെയ്യുക. കാരണം സിനിമാ മേഖലയിൽ നിന്നുള്ള സെലിബ്രിറ്റീസ് ആരും, എനിക്ക് തോന്നുന്നു ജോയി ചേട്ടനോ മറ്റോ 1-2 പേര് വെച്ച് ഒരാൾ പോലും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. മന്ത്രി സജി ചെറിയാൻ എനിക്ക് തോന്നുന്നു കുറച്ച് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അങ്ങനെ ഗവൺമെന്റിന്റെ ഒരു സപ്പോർട്ടോടു കൂടിയാണ് ഒരു സിനിമ റിലീസാക്കാൻ പറ്റിയത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതുപോലത്തെ നല്ല സംരംഭങ്ങൾ നമ്മൾ സാധാരണക്കാരെ ആൾക്കാരെ ഏറ്റെടുത്ത് വിജയിപ്പിക്കണം. ഭാവിയിലും ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യാൻ, നല്ല നല്ല സിനിമകൾ ചെയ്യാൻ അദ്ദേഹത്തിന് ഇതൊരു പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് ഇനിയും കാണാം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എൻ്റെ സിനിമയെ പറ്റി നിങ്ങളോട് സംസാരിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട്. അപ്പോൾ ഇനിയും തുടർച്ചയായിട്ട് ഞാൻ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ വഴി നിങ്ങളെ കാണാനും സംസാരിക്കാനും വരുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാവിധ പിന്തുണയും ഉണ്ടാകണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മകൾ വരട്ടെ. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, goodbye.